മമ്മൂട്ടിയുടെ സൂപ്പർ അഭിനയം, നല്ല മ്യൂസിക്, ഇതെല്ലാം അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. നല്ല സൂപ്പർ പടമാണ്. മമ്മൂട്ടിയുടെ അഭിനയം നല്ല സൂപ്പറാണ്. മ്യൂസിക് ഇതെല്ലാം കൊള്ളാം, സൂപ്പറാണ്. കണ്ടിരിക്കാം, ഫാമിലിക്ക് എല്ലാം മൊത്തത്തിൽ കണ്ടിരിക്കാം. മമ്മൂട്ടിയും കിടിലമായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ആംബിയർ ആൾക്കും പുതിയ നടന്മാർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് തകർത്തിട്ടുണ്ടോ നല്ല 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 മേക്കിങ്ങുമാണ്. നല്ല എന്താ പറയുക, നല്ല ഒരു ക്രാഫ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അത് ഡയറക്ടേഴ്സ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഡിനോ ഡെന്നീസിൻ്റെ ഒരു പക്ക മേക്കിങ്ങാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ഒരു സ്വാഗുണ്ട്. പടം മൊത്തം ഒരു സ്വാഗാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല മേക്കിങ്, നല്ല രസമാണ്. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടമാണ്. ഇല്ല കുഴപ്പമില്ല, നല്ല പടം തന്നെ. നമ്മുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ അവസാനം കുഴപ്പമില്ല, ഇച്ചിരി പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ കഥ സ്റ്റോറി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. മമ്മൂക്കയുടെ അഭിനയം നന്നായിട്ടുണ്ടോ? നമുക്ക് നന്നായിട്ട് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. എനിക്കത്ര വർക്കായില്ല. ലാസ്റ്റ് 20 മിനിറ്റ്സ് കൊള്ളാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ എന്നാലും ഉദ്ദേശിച്ചത്ര എനിക്ക് വർക്കായില്ല. നല്ല ലുക്കും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ്. പക്ഷെ എന്നാലും എവിടെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തത്. ബസൂക്ക ഓവറോൾ പടം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വാട്ട് വാസ് ഹിസ് നെയിം, ഡീനോ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പടമല്ലേ, അതിൻ്റെ കുറച്ച് കുറവുകൾ കാണാം. ലൈക്ക് ഓവർ സീൻസ് ഉണ്ട്, ഇങ്ങനെ പതിയെ കൊണ്ടുപോയി കുറേ സീൻസൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടി എനിക്ക് പോയപ്പോൾ തന്നെ ചെന്ന് കയറിയിരുന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവനും പറഞ്ഞു ചെറുതായിട്ട് ലാഗുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ സീന് കൊള്ളായിരുന്നു. ഈ പടത്തിൽ നന്നായിട്ടുള്ളായിരുന്നത് മ്യൂസിക് സ്കോർ. ചില സമയത്ത് നമുക്ക് സീന് വലുതായിട്ട് കാര്യമായിട്ട് തോന്നിയില്ലെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർസ് ഉണ്ടല്ലോ, അത് തൂക്കി. അതിൽ എനിക്ക് തോന്നുന്നു മിക്ക കൊടുത്തിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർസ് നൈസായിട്ട് തൂക്കി. പിന്നെ ഉണ്ടായിരുന്നത് അതിൽ ഈ ഗെയിമിങ് ഈ പുള്ളിക്കാരൻ എടുത്തിരിക്കുന്ന ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നല്ല കുറേ കൊള്ളാം. കാരണം ഗെയിമിങ്ങിനെ പറ്റി നല്ല അറിഞ്ഞ് തന്നെയാണ് സാധനങ്ങൾ എടുത്തിരിക്കുന്നതും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ആസ് ഒരു വലിയ ഗെയിമറല്ല, എന്നിരുന്നാലും ഒരു നല്ലവണ്ണം ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് ആ കാര്യങ്ങളും അത് വാലറിൻ്റെ കോൺസെപ്റ്റ് കൊടുത്തിരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് നൈസായിരുന്നു. ഈ പടം തൂക്കിയത് മമ്മൂട്ടിയാണ്. എനിക്ക് തോന്നുന്നു വേറെ ആരും വന്ന് ഈ പടത്തിൽ ഈ ഒരു മാനറിസം കാണിക്കുമല്ലോ, അവസാനത്തെ ഒരു 20 നിമിഷത്തെ ഒരു മാനറിസം ഉണ്ട് മമ്മൂട്ടിയുടെ. തൂക്കി പടം. എനിക്ക് അത്രയും നേരം ലാഗടിച്ച് ഇത് ചെയ്തിരുന്നത് എൻ്റെ പൈസ മുതലായെന്ന് ഞാൻ വിചാരിക്കുന്നത് അവസാനത്തെ ആ 20 മിനിറ്റാണ്. അപ്പോൾ ആ ഒരു നടത്തമുണ്ട്, ആ മുഖത്തെ മാനറിസം ഉണ്ട്, ഔട്ട്ഫിറ്റ് ഉണ്ട്. മമ്മൂട്ടി നടക്കണ നടത്തമുണ്ടല്ലോ, അതെന്നും ക്ലാസ്സാണ്, അതെന്നും തൂക്കിയിരിക്കും. അമ്മാതിരി രീതിയിലാണ് നടത്തമാണ്. എനിക്കത് വന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദാറ്റ് വൈറ്റ് കോംബോ വിത്ത് ദാറ്റ് ബ്ലാക്ക് കാർ ഇസ് ലൈക്ക് സൂപ്പറായിരുന്നു. എനിക്ക് പൈസ വസൂലായത് ആ ഒരു സീനാണ്. ആൻഡ് ആ ഒരു 20 നിമിഷം മാത്രമാണ് ഈ സിനിമ ഓവറോൾ തൂക്കിയത്. ആൻഡ് ദ പടം വാസ് ഓവറോൾ നൈസ്. ഇനിയും ഐ എക്സ്പെക്ട് മോർ ഡയറക്ഷൻ ഫ്രം ഹിം. കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. സീൻസൊക്കെ കുറച്ചിങ്ങനെ ലെഗ്ത്തൊക്കെ കുറച്ച് എന്തൊക്കെയാണ്. പക്ഷെ മമ്മൂട്ടി ഇപ്പോൾ എടുക്കുന്ന പടങ്ങളെല്ലാം എൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന റോൾസൊക്കെ ഉണ്ടല്ലോ. ആൻഡ് ബസൂക്ക മമ്മൂട്ടി, എൻ്റെ അറിവിൽ മമ്മൂട്ടി ബസൂക്ക തൂക്കി. ദാറ്റ്സ് ഇറ്റ്. ഐ എൻജോയ്ഡ്. ലൈക്ക് ഓവറോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു.